സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ ചെറുപുഴ പഞ്ചായത്തിൽ യുഡിഎഫിലെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 1-ാം വാർഡായ കൊല്ലാടയിൽ നിന്നും വിജയിച്ചാണ് ജമീല കഴിഞ്ഞ തവണ പ്രസിഡന്റായത്. യുഡിഎഫ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ജമീല അതേ വാർഡിൽ തന്നെയാണ് സ്വതന്ത്രയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഒരഭിപ്രായവും ചോദിച്ചില്ലെന്നും കോൺഗ്രസ് നേതൃത്വം ഏകപക്ഷീയമായിട്ടാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതെന്നും വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ ഭൂരിപക്ഷവും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്രിക നൽകിയതെന്നും മത്സരം കോൺഗ്രസിന് എതിരല്ലെന്നും നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടിന് എതിരായിട്ടാണെന്നും ജമീല കോളയത്ത് പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റായ എന്നെ അറിയിക്കാതെ ചില ആളുകൾ തീരുമാനമെടുക്കുകയും എല്ലാ കാര്യത്തിലും നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ചെറുപുഴയിലെ പാർട്ടി നേതൃത്വം ഇപ്പോൾ ചെയ്തു വന്നിരിക്കുന്നത്. ഒന്നേ പറയാനുള്ളൂ, പാർട്ടിയോടുള്ള എതിർപ്പല്ല, ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെയും 1-ാം വാർഡിലെ ജനങ്ങളുടെയും ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള വാർഡ് നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെയുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചത്. 2010-ലും 2015-ലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജമീല കോളയത്ത്. സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെയാണ് ചിലർ മാത്രം ചേർന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത് വാർഡിലെ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അവഹേളിക്കലാണെന്നും ജമീല പറഞ്ഞു. കൊല്ലാട വാർഡിൽ നിന്നും 3-ാം തവണയാണ് ജമീല കോളയത്ത് മത്സരിക്കുന്നത്. നിലവിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി സോജിയ ജിൻസാണ് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. സോലെ ന്യൂസ് ബാങ്ക്, പയ്യന്നൂർ.